ഏകദേശം ഒരു 8-10 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേന് ഒരുപാട് വ്യൂസ് ഒന്നും അങ്ങനെ കയറിയില്ലായിരുന്നു. നോർമൽ ഉള്ള വ്യൂസ് മാത്രമാണ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതിനുശേഷം അന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്, ആ വീഡിയോ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് കീവേഡ് ബേസിലാണ്. അതായത് കീവേഡ് നോക്കിയതിന് ശേഷമാണ് ആ ഒരു വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതായത് കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം സെർച്ച് വരുന്നുണ്ട്. യൂട്യൂബിലെ സെർച്ച് വോളിയം, ഗൂഗിളിലെ സെർച്ച് വോളിയം എല്ലാം എപ്പോഴും വളരെയധികം ഹൈ വോളിയം ആയിരിക്കും എപ്പോഴും വരുന്നത്. കാരണം കൂടുതൽ ആളുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂട്യൂബിൽ ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സെർച്ച് വോളിയം എപ്പോഴും കൂടുതലായിരിക്കും. സോ എപ്പോഴും ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കൂടുതലും സെർച്ച് വോളിയം നോക്കും. അതിനോടൊപ്പം തന്നെ ആ കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ടാഗുകൾ അതായത് യൂട്യൂബ് ടാഗുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ആഡ് ചെയ്യാൻ നേരത്ത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ആഡ് ചെയ്ത് ഞാൻ അന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് യൂട്യൂബിലെ സെർച്ചിൽ ഇത് കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് യൂട്യൂബ് സെർച്ചിലാണ്. അതായത് ഞാനിവിടെ തന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിൽ കിട്ടിയിരിക്കുന്ന വ്യൂസിൻ്റെ ഏറ്റവും കൂടുതലും കിട്ടിയിരിക്കുന്ന വ്യൂസിൻ്റെ പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് സെർച്ചിൽ നിന്നാണ്. അതായത് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോസിന് വ്യൂസ് വരാറുണ്ട്. അതായത് സെർച്ചിൽ വരും, സജഷൻ പോകുന്ന വീഡിയോസിൽ വരും, അതോടൊപ്പം തന്നെ പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് കാണുന്നത് വരും. അത് അങ്ങനെ പല രീതിയിൽ. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻഡ് സ്ക്രീനിൽ വരുന്നതിലൂടെ നമുക്ക് വ്യൂസ് വരും. അങ്ങനെ പല രീതിയിലാണ് നമുക്കൊരു ചാനലിൻ്റെ വ്യൂ വരുന്നത്. സോ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെർച്ചിൽ വരുന്നത്. സെർച്ചിൽ നമുക്ക് വരുന്നത് ഒരാൾ വന്ന ഒരു കീവേഡ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറിനെ പറ്റിയാണ്. ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നതിനെ പറ്റി ഗൂഗിൾ ടാഗ് മാനേജർ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടോപ്പിലേക്ക് ഒരുപാട് വീഡിയോസുകൾ വരും. സോ അതിൽ നിന്നും പിക്ക് ചെയ്തതിന് ശേഷം അവർ ആ വീഡിയോ കാണുന്നത്. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു ടോപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്തതിന് ശേഷം ആ കീവേഡ് വേണം നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. സോ അതോടൊപ്പം തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കീവേഡിൻ്റെ ആ ഒരു സ്കോർ എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് നമ്മൾ അതിൻ്റെ സ്കോർ മനസ്സിലാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ആ സ്കോർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ആ കീവേഡ് കൊടുത്ത് ആ കീവേഡിനനുസരിച്ച് നമ്മൾ യൂട്യൂബിൽ SEO ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ സ്കോർ നമുക്കവിടെ കാണിച്ചു തരും. അതായത് നോർമലി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അത് നമുക്ക് ആ സ്കോർ കാണിക്കില്ല. അതിന് നമുക്ക് VidIQ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, VidIQ. ആ VidIQ നമ്മൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു കീവേഡ് റിസർച്ചിൻ്റെ ആ ഒരു കീവേഡ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച കീവേഡ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് എത്രത്തോളം സ്കോർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു കീവേഡും ഈ ഒരു വീഡിയോ ആയിട്ട് ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കോർ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കീവേഡിന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു SEO വളരെ നന്നായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് യൂട്യൂബിൽ സെർച്ചിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ കയറി വരികയും നമുക്ക് നല്ലൊരു വ്യൂ അതിലൂടെ ഉണ്ടാക്കിയെടുക്കുകയും സാധിക്കും എന്നുള്ളതാണ് നമ്മളിങ്ങനെ കീവേഡ് ചൂസ് ചെയ്തതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പിന്നെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കീവേഡ് മാത്രമല്ല, നമ്മൾ കുറേ കീവേഡുകൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് യൂസ് കിട്ടില്ല. അതായത് നമ്മുടെ വീഡിയോ പെർഫോം ചെയ്യുന്നതിന് അതിൻ്റെ കോണ്ടന്റിൻ്റെ ക്വാളിറ്റിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോസിനൊന്നും അധികം വ്യൂസിലേക്ക് വരാത്തതിൻ്റെ കാരണം അതിൻ്റെ കോണ്ടന്റിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ഒരു ഇത് സെർച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിനെ ലാഗ് അടിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതിൽ നിന്നും ഒരുപാട് വ്യൂസ് കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സോ നമുക്ക് വ്യൂസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സോഴ്സും മാക്സിമം യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വ്യൂസ് കയറും എന്നുള്ളത് ഉറപ്പാണ്. സോ അതോടൊപ്പം തന്നെ പ്ലേലിസ്റ്റ്, പിന്നെ കാർഡുകൾ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ
യൂട്യൂബിൻ്റെ തമ്പനയിൽ നേരത്തെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ബൈറ്റിനെ പറ്റി പറഞ്ഞു. നമ്മൾ ക്ലിക്ക് ബൈറ്റ് ഇടാതെ നോർമൽ ആയിട്ടുള്ള ടൈറ്റിൽസുകൾ നമ്മൾ ഹുക്കായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലൂടെ ധാരാളം CTR ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിക്ക് ബൈറ്റിലൂടെ നമുക്ക് ധാരാളം CTR കിട്ടുമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഹുക്ക് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കീവേഡ് റിസർച്ച് ചെയ്ത് നമുക്ക് ആ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആളുകൾ കൂടുതൽ ഏതിനാണ് സെർച്ച് ചെയ്യുന്നത്, ഏത് കീവേഡാണ് സെർച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ കീവേഡുകൾ കൊടുക്കാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ കീവേഡ് കണ്ടുപിടിച്ചതിന് ശേഷം വിഡൈക്യു എന്ന് പറഞ്ഞ ടൂളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് അതിലെ സ്കോർ നോക്കിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ സെർച്ചിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയും കൂടുതൽ ആളുകൾ സെർച്ച് ത്രൂ നമ്മുടെ വീഡിയോയിലേക്ക് വരികയും ധാരാളം വ്യൂസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. സോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ചിലൂടെ നല്ല രീതിയിൽ നിങ്ങളെ വീഡിയോസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും.